എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് കിഡിങ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യൽ കുറവാണ്, ഷോർട്സാണ് അധികം ഇടൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ആടുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു. കുറേ കാലങ്ങളായി ആട്ടങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആടിൻ്റെ പരിപാടി കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. നമ്മുടെ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിലുണ്ടാവും നമ്മുടെ ആട്ടങ്ങൾ, നമ്മുടെ ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നെറ്റ് കൊണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നോക്കുക. നെറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നെറ്റിങ് കവർ ചെയ്തിട്ട് ഗേറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ആട്ടങ്ങളെ കാലത്ത് ഒരു 10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ ഇറക്കി വിടും. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മണിയാകുമ്പോൾ കയറ്റും. അപ്പോഴേക്കും അവർ വിശപ്പൊക്കെ മാറിയിട്ടുണ്ടാവും, ഫുള്ള് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആട്ടങ്ങൾ തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. അവർക്ക് കൂട്ടുകാരൻ്റെ സമയമായി കഴിഞ്ഞാൽ അവരവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചൂളം അടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ മെല്ലെ അങ്ങോട്ട് കയറി പൊക്കോളും, കൂട്ടിലേക്ക് തന്നെ കയറിയോളും. പിന്നെ അവിടെ കൂട്ടിൽ പോയിട്ട് തള്ളാടുകളെ മാത്രം മാറ്റി ഒന്ന് ലോക്ക് ചെയ്യണമെന്നുള്ളൂ. ഇതാണ് നമ്മുടെ കൂട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അടിച്ചുള്ള കാരണം കൊണ്ട് കുറേ കാലങ്ങളായിട്ട് അടിച്ചുള്ളതാണ്. ഒരു 8-9 കൊല്ലത്തോളം അതിന് നമ്മൾ അടിച്ചിട്ട് കൂട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആട്ടങ്ങളും കുറേ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-30 ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണം കുറച്ചു. പിന്നെ വെക്കേഷൻ ആയ കാരണം കൊണ്ട് ഇവിടെ കിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളതാണ്, ലച്ചുൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനാണ് ആട്ടങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ആട്ടങ്ങളെ എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് തെറ്റി കഴിഞ്ഞപ്പോൾ ആൾ കൂട്ടി കയറും. കൂട്ടി കയറി കഴിഞ്ഞ് ഞാൻ പറയും ഒറ്റയ്ക്ക് പോകരുത്, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞ് ഇടി കിട്ടുന്നു. പക്ഷെ ആൾ അത്യാവശ്യം നല്ല കുറുമ്പുള്ള കാരണം കൊണ്ട് നമ്മളെ കണ്ണ് വെട്ടിച്ച് പോവും. പൂവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കൂട് ലോക്ക് ചെയ്തിടും. കൂട് ലോക്ക് ചെയ്തിട്ടുണ്ട് വെറുതെ പോയിട്ട് ഇടി മേടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അത്യാവശ്യം മുട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ മുട്ടന്മാരെ ചിലപ്പോൾ നമ്മളൊന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട കൊണ്ടുകൾ തിരിച്ചിടിക്കും. തള്ളാടുകളായാലത് വെറുതെ നമ്മൾ ഉപദ്രവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചിടി കിട്ടും. അപ്പം അത് കിട്ടണ്ട വെച്ചിട്ട് അവനോട് പറയാറുണ്ട്. അപ്പോൾ അവൻ കേൾക്കലൊക്കെ കുറവാണ്.